അടിയന്തര സ്വഭാവമില്ലാഞ്ഞിട്ടും ആര്യാടൻ മുഹമ്മദിന്റെ അനുസ്മരണ ദിവസം നഗരസഭയുടെ കൌൺസിൽ യോഗം വിളിച്ചു ചേർത്തത് അദ്ദേഹത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് കോൺഗ്രസ് കൌൺസിലർമാർ. ഈ സംഭവത്തിൽ CPM നേതൃത്വം മറുപടി പറയണമെന്ന് കൌൺസിലർ പാലോളി മെഹബൂബ്. നിലമ്പൂർ നഗരസഭ ആര്യാടൻ മുഹമ്മദിനെ അപമാനിച്ചിരിക്കുകയാണ്. എത്രയോ കാലം പതിറ്റാണ്ടുകളായി നിലമ്പൂരിൻ്റെ MLA-യും മുൻ മന്ത്രിയുമായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ 2ാം ചരമവാർഷിക ദിനം സെപ്റ്റംബർ മാസം 25-ാം തീയതി നടത്തുവാൻ വേണ്ടി 2 മാസം മുമ്പ് മാധ്യമങ്ങളോടും അതുപോലെ തന്നെ പൊതുജനങ്ങളുമായി ഇതിൻ്റെ സംഘാടകർ സംബന്ധിച്ചിട്ടുണ്ട്. എല്ലാ വിവരവും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അടിയന്തര സ്വഭാവമില്ലാഞ്ഞിട്ട് പോലും ബോധപൂർവം ഈ പരിപാടി അനുസ്മരണ സമ്മേളനം നടക്കുന്ന അതേ സമയത്ത് കൊണ്ടുപോയി നിലമ്പൂർ നഗരസഭയുടെ കൗൺസിൽ യോഗം ഇന്ന് ചേരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ ബോധപൂർവമാണിത്. ആര്യാടൻ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഏവരാലും ആദരിക്കപ്പെട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ബഹുമാനിക്കുകയും ആദരവും കൊടുത്തിട്ടുള്ള ഒരു നേതാവാണ്. ആ നേതാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതേ സമയത്ത് ഞങ്ങൾക്ക് കൗൺസിലർമാർക്ക് ആ കൗൺസിലിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടായിട്ട് പോലും നഗരസഭാ അധികൃതർ ഇന്ന് കൗൺസിൽ കൊണ്ടുപോയി വെച്ചത്. ഇത് CPM-ന്റെ അറിവോടുകൂടിയാണോ എന്ന് വ്യക്തമാക്കാൻ ആ പാർട്ടി തയ്യാറാകണം, അതിന്റെ പാർട്ടി നേതാക്കന്മാർ തയ്യാറാകണം. ദീർഘകാലം നിലമ്പൂരിന്റെ MLA-യും മന്ത്രിയുമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ അനുസ്മരണ സമ്മേളനം സെപ്റ്റംബർ മാസം 25-ാം തീയതി നടക്കുന്ന വിവരം 2 മാസങ്ങൾക്ക് മുൻപേ തന്നെ സംഘാടകർ പൊതുജനങ്ങൾ അറിയുന്ന രീതിയിൽ മാധ്യമങ്ങളിലൂടെയും അറിയിച്ചിട്ടുള്ളതാണ്. ഇന്നേ ദിവസം തന്നെ ബോധപൂർവം അടിയന്തര സ്വഭാവം ഇല്ലാഞ്ഞിട്ട് പോലും നിലമ്പൂർ നഗരസഭയുടെ കൌൺസിൽ യോഗം വിളിച്ചു ചേർത്തത് ആര്യാടൻ മുഹമ്മദിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കൌൺസിൽ യോഗത്തിൽ UDF അംഗങ്ങൾക്ക് പങ്കെടുക്കുവാൻ കഴിയില്ലെന്നും ആയതിനാൽ ഇന്നത്തെ കൌൺസിൽ യോഗം മാറ്റിവെക്കണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് രേഖാമൂലം കത്ത് നൽകിയിട്ടും കൌൺസിൽ യോഗം ഇന്ന് തന്നെ നടത്തുന്നത് ആര്യാടൻ മുഹമ്മദിനോടുള്ള അവഗണനയും അപമാനിക്കലുമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഏവരാലും ആദരിക്കപ്പെട്ടിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ 2ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ദേശീയ നേതാക്കന്മാരും ഇടത് സഹയാത്രികരും ഉൾപ്പെടുന്ന നേതൃനിര പങ്കെടുക്കുന്ന അനുസ്മരണ പരിപാടി നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് പോലും ബോധപൂർവം നടത്തിയ ഈ തീരുമാനം നിലമ്പൂരിലെ CPM നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ എന്ന് ആ പാർട്ടിയുടെ നേതാക്കന്മാർ വ്യക്തമാക്കണമെന്നും പാലോളി പറഞ്ഞു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.